അതിലേറ്റവും നല്ലൊരു മരണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മരണം, ആകാശലോകത്ത് റബ്ബിന്റെ മലക്കുകൾ കാത്തിരിക്കുന്ന മരണം, കയറിപ്പോകുന്ന ആത്മാവിന് വേണ്ടി ഹൃദയം തുറന്ന് കോടിക്കണക്കിന് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന ഒരു മരണം. ലോകത്തിന്റെ പ്രവാചകന്മാരും ലോകത്തിന്റെ പ്രവാചകന്റെ സ്വഹാബത്തും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ആ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. റബ്ബേ, നല്ലൊരു മരണം തരണം റബ്ബേ എന്നവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദീർഘായുസിനു വേണ്ടിയോ വയസ്സു കൂടാനോ അവർ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ സ്വഹാബത്തും പ്രവാചകന്മാരും പ്രാർത്ഥിച്ചിരുന്നത് റബ്ബിന്റെ അരികിലേക്കുള്ള മടക്കം ഏറ്റവും മനോഹരമായി റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടിയാ. അല്ലാഹുമ്മ അഖ്തിം ലനാ ബിൽ ഈമാൻ, റബ്ബേ നീ എന്റെ പര്യവസാനം ഏറ്റവും ഈമാനോട് കൂടിയാവണം. ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന തഖ്വയുടെ ഭാഗങ്ങളോടുകൂടി നിന്റെ അടുത്തേക്ക് മടങ്ങാൻ പറ്റുന്ന ഒരു മരണമായിരിക്കണം എനിക്ക് നീ കാത്തുവെക്കേണ്ടത് റബ്ബേ. വലാ തഖ്തിം അലൈനാ ബിൽ കുഫ്രി വന്നിഫാഖ്, ഒരു നിഫാഖുള്ളവനായി, ഒരു കപട വിശ്വാസിയായി, ഒരു കുഫറുള്ളവനായി ഒരിക്കലും എന്നെ നീ മരിപ്പിക്കരുതേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരും റസൂലിന്റെ സഹാബത്തും പ്രാർത്ഥിച്ചിരുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടത്, എത്രയേറെ ഈമാനുള്ള ലോകത്ത് ജീവിച്ചാലും, എത്രയൊക്കെ നമസ്കാരം ഉണ്ടെങ്കിലും, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും മരണം തൊണ്ടയിലെത്തുന്ന സമയത്ത് ഈമാനില്ലെങ്കിൽ, ഈമാനോടെയല്ല മരിക്കാൻ പറ്റുന്നതെങ്കിൽ, കുഫറും നിഫാഖും ഹൃദയത്തിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ, ലാ യദ്ഖുലുൽ ജന്ന, ഒരിക്കലും അവൻ സ്വർഗ്ഗം കാണുകയില്ല. അവന്റെ ഇബാദത്തുകളൊന്നും അവൻ ഉപകാരപ്പെടുകയില്ല.